അപ്പോൾ നമസ്കാരം, ഞാൻ ശ്രീജിത്ത്. യു ആർ വാച്ചിങ് ഫ്യൂഷൻ കുസൈൻ. ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് കാന്താരിയാണ്. ഫിഷ് കാന്താരി ഡ്രൈ അല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫിഷ് കാന്താരി ഒരു കറി ആയിട്ടാണ്, ഒരു ചെറിയൊരു വെറൈറ്റി ആയിട്ട്. അപ്പോൾ ആ കറിക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മീനും വളരെ പ്രത്യേകത ഉണ്ട്. ആ കറിക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന മീൻ വളരെ പ്രത്യേകതയുള്ള മീൻ തന്നെയാണ്. നമ്മൾ കുളങ്ങളിൽ കിട്ടുന്ന മീനാണ്, കരിപ്പിടി എന്ന് പറയും. അപ്പോൾ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലാക്കി ഉണ്ടാക്കുന്നതാണ്. എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. മല്ലിയില 150 ഗ്രാം, പെരുംജീരകം 1 സ്പൂൺ, വെളുത്തുള്ളി 1 സ്പൂൺ, ഇഞ്ചി പൊടിയായി അരിഞ്ഞത് 1 സ്പൂൺ, കറിവേപ്പില 8 പച്ചമുളക്, തണ്ടോട് കൂടിയ കാന്താരി മുളക് 20 ഗ്രാം, 2 നാരകത്തിൻ്റെ ഇല, 50 ഗ്രാം സബോള, അരമുറി നാളികേരം, കറുത്ത ഭാഗം ചെത്തിയെടുക്കണം. ഇതേപോലെ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു മുഴുവൻ മാങ്ങയും കൂടി ആഡ് ചെയ്യാം. ഏകദേശം 50 ഗ്രാമോളം വരെ ഈ മാങ്ങ പുളിയുള്ളതായിരിക്കണം. കറിക്കുള്ള ടേസ്റ്റിന് മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതുപോലെ എണ്ണ പോലെ അരച്ചെടുക്കണം. കാണാൻ നല്ല ഭംഗിയുണ്ടാവും, കറി നല്ല കുറുകുറുന്ന് വരും. നമ്മുടെ ചട്ടി ചൂടായുണ്ട്. ചട്ടി ചൂടായിലേക്ക് ഏകദേശം 50 ml ഓയിലെടുക്കുക. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1 സ്പൂൺ പെരുംജീരകം ചേർക്കാം. പെരുംജീരകം പൊട്ടി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ച ചോപ്പ് ചെയ്ത് വെച്ച സബോള 50 ഗ്രാം അതും കൂടി ആഡ് ചെയ്യാം. ഒരു സബോള അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സബോളയോടൊപ്പം 1 സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് കേട്ടോ. ഓവറായിട്ട് മൊരിയാൻ പാടില്ല, അതിനാണ് സബോളയുടെ ഒപ്പം ഇടുന്നത്. അല്ലെങ്കിൽ ആദ്യം നമുക്ക് ചേർക്കാമായിരുന്നു. അതേപോലെ 1 സ്പൂൺ ചോപ്പ് ചെയ്ത് ജിഞ്ചർ, ഇഞ്ചിയും കൂടി ആഡ് ചെയ്യണം. അതിലേക്ക് പേരിന് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. തണ്ടോട് കൂടിയ ഒരു 3-4 കാന്താരിമുളക്, ഒരു 4-5 കാന്താരിമുളക് ഇഷ്ടം, 2 നാരകത്തിൻ്റെ ഇല, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി പേരിന് എടുക്കാൻ പാടുള്ളൂ, മഞ്ഞൾപ്പൊടി കൂടി കഴിഞ്ഞാൽ കളർ മാറും. അപ്പോൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ചെറുതായി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മസാലേനെ ഒന്നുകൂടി കുറുക്കുക. ഏകദേശം 1.5 സ്പൂൺ ഉപ്പിടുക. ലേശം കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കാന്താരിക്കുള്ള മസാല അരച്ച് വെച്ചതിലേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലേശം വെള്ളം ഒഴിച്ച് ചിറ്റിച്ചെടുക്കാം നമുക്ക്. ഫിഷ് കാന്താരി ഏകദേശം തള വന്ന് റെഡി ആവാറായിട്ട്. ഇത് അധികം കിടന്ന് വേകാൻ പാടില്ല. അധികം കിടന്ന് വേകുമ്പോൾ ഈ പച്ച കളർ മാറി പിന്നെ കറുപ്പ് കളറാവും. അപ്പോൾ അതിനായിട്ട് മുമ്പ് തള വരുന്നതോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് മീൻ ആഡ് ചെയ്യാം. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ നാടൻ
കുളത്തിൽ കിട്ടുന്ന കരിപ്പിടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 കിലോ കരിപ്പിടി ഉണ്ട്. അപ്പോൾ മീൻ അധികം നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല. കറി തിളച്ച് വന്നിട്ടുണ്ട്. കറി ഒരു തള വരുന്നതോട് കൂടിയിട്ട് നമുക്ക് മീനിൻ്റെ കറി അധികം നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം കറി അധികം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ വെന്ത് ഉടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കറി തിളച്ച് വരുന്നതോടുകൂടി തന്നെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് നമ്മുടെ ഫിഷ് കാന്താരി റെഡിയാക്കാം. നമുക്ക് കറി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഏകദേശം നല്ലപോലെ തന്നെ കറി തിളയായിട്ട് എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നല്ല എരിവും പുളിയുണ്ട്, നാരകത്തിൻ്റെ മണമുണ്ട്. ഓക്കെ, നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നല്ല വെറൈറ്റി ഫീൽ ഉണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളും കമൻറ്റും അറിയിക്കണം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കാന്താരി റെഡിയായി. കാന്താരിയുടെ മുകളിലേക്ക് ഗാർണിഷിന് നമ്മൾ നാരകത്തിൻ്റെ ഇല നൈസായിട്ട് അരിയാൻ പോകും കേട്ടോ. ഒരു നാരകത്തിൻ്റെ ഇല എടുത്ത് നൈസായിട്ട് നല്ലപോലെ നീളം തന്നെ അരിയും കേട്ടോ. നമുക്ക് കാന്താരി കരിപ്പിടി കാന്താരി കറി നമുക്ക് പ്ലേറ്റ് ചെയ്യാം. നമ്മൾ കാന്താരി എന്ന് പറഞ്ഞിട്ട് ചൂനിയമുളക് എടുത്തിട്ടുള്ള കാന്താരി കിളറിനാണ്. നിങ്ങൾ ഇതിന് ഓപ്ഷനിൽ ഇതിന് പകരം നമുക്ക് കാന്താരി ആഡ് ചെയ്താൽ മതി. നമ്മൾ അതിന് മുകളിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് സെറ്റാക്കി അതിൻ്റെ മുകളിലേക്ക് നാരകത്തിൻ്റെ ഇല കുറച്ച് കാണാവുന്ന പോലെ നാരകത്തിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് കാന്താരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫിഷ് കാന്താരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീട്ടിൽ ഒരു മടിയും കൂടാതെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാനും മറക്കരുത്. അപ്പോൾ നന്ദി, നമസ്കാരം.